മലയാളത്തിലെ മികച്ച തിരക്കഥാകൃത്തുക്കളിൽ ഒരാളാണ് എസ്.എൻ. സ്വാമി. 1984 പുറത്തിറങ്ങിയ ചക്കരയുമ്മയിലൂടെ സിനിമാ മേഖലയിലേക്കെത്തിയ എസ്.എൻ. സ്വാമി 40 വർഷത്തെ കരിയറിൽ 60-ലധികം ചിത്രങ്ങൾക്ക് വേണ്ടി തൂലിക ചലിപ്പിച്ചു. മലയാളത്തിലെ ഐക്കോണിക് കഥാപാത്രങ്ങളിലൊന്നായ സേതുരാമയ്യർ എന്ന CBI ഉദ്യോഗസ്ഥന്റെ സൃഷ്ടാവും സ്വാമി തന്നെയാണ്. ഇത്രയേറെ സിനിമകൾക്ക് കഥകളൊരുക്കിയ എസ്.എൻ. സ്വാമി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സീക്രട്ട്. ധ്യാൻ ശ്രീനിവാസൻ നായകനാവുന്ന ചിത്രം ഈ മാസം 26-ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തും. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒരുപിടി മികച്ച കഥാപാത്രങ്ങൾ നൽകിയ എസ്.എൻ. സ്വാമി എന്തുകൊണ്ടാണ് ആദ്യ ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കിയതെന്ന് പറയുകയാണ് അദ്ദേഹം. ഈ കഥയിലെ നായകനെ അവതരിപ്പിക്കാൻ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ഇപ്പോഴത്തെ പ്രായത്തിൽ കഴിയില്ല. ചേരാത്ത കഥയുമായി അവരുടെ അടുത്തേക്ക് പോകുന്നയാളല്ല ഞാൻ. ഈ കഥയ്ക്ക് ഏറ്റവും യോജിച്ച നടൻ ധ്യാൻ ശ്രീനിവാസനാണെന്ന് തോന്നി, എസ്.എൻ. സ്വാമി പറയുന്നു. സേതുരാമയ്യർ CBI-യോളം ആഘോഷിക്കപ്പെട്ട ഒരു കുറ്റാന്വേഷകൻ മലയാളത്തിലുണ്ടാകില്ല. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് CBI സീരീസിന്റെ 5-ാമത്തെ ഭാഗമായ ബ്രെയിൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. എന്നാൽ ചിത്രം പ്രതീക്ഷിച്ച വിജയം നേടിയില്ല. ഒരുപാട് കാര്യങ്ങൾ ഒരു സിനിമയിൽ പറയാൻ ശ്രമിച്ചതാണ് ഏറ്റവും വലിയ പിശക്. അതിന്റെ പ്രധാന ഉത്തരവാദി ഞാൻ തന്നെയാണ്. പുതിയ ചില ചിന്തകൾ ആ കഥയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അത് പ്രേക്ഷകർക്ക് മനസ്സിലാകുമോ എന്നൊരു സംശയമുണ്ടായി. അതുകൊണ്ടാണ് കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാൻ ശ്രമിച്ചത്. എന്നാൽ അത്തരം സ്പൂൺ ഫീഡിംഗ് പരിപാടികൾ പുതിയ പ്രേക്ഷകർക്ക് ആവശ്യമില്ല. അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടാണ് സീക്രട്ട് ഒരുക്കിയിരിക്കുന്നത്, എസ്.എൻ. സ്വാമി പറഞ്ഞു. ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.